Hi friends, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. കുറഞ്ഞ പൊടി കൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉപ്പിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ലോണം വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചാൽ തന്നെ നല്ല പോലെ ഉടഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്കൊരു ചെറിയ സവാളയും അതുപോലെ കുറച്ച് പച്ചമുളകും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇതിക്കുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യമായിട്ട് വരും. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഗോതമ്പ് മൈദ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് പൊടിയുടെ ആവശ്യം ഉണ്ടാവില്ല. ഉരുളക്കിഴങ്ങ് നല്ല കട്ടിയായിട്ടാവും ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ 1/2 കപ്പ് പൊടിയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ പൊടിയോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ചെറിയ ഉരുള വലിയ ഉരുളയൊക്കെ അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അത്രയും കട്ടിയായിട്ടാവില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലോണം പൊടി ഇട്ടിട്ട് വേണം നമ്മൾ പരത്താനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണെങ്കിൽ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് തന്നെ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയാൽ മതി. ഞാനിതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് റൗണ്ടായിട്ട് തന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ ഉരുളയും ഇതുപോലെ തന്നെ ഒന്ന് പരത്തി വെക്കാം. അപ്പോൾ ഒരുപാട് സമയം പരത്തി വെക്കരുത്, പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പൊടി വളരെ കുറച്ചിട്ടാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി ചൂടായിട്ടുള്ള ഒരു തവയിലോ പാനിലോ നമുക്കിത് സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഓയിലൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. ഇനി കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഓയിലോ നെയ്യോ നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഓയിലൊന്നും തീരെ വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ഡ്രൈ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. ഇല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 2 ഭാഗം നല്ല പോലെ ഒന്ന് നമ്മുടെ ചട്ടകം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉൾഭാഗമൊക്കെ വേവാണ്ട കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചുട്ടെടുക്കരുത്. ഉരുളക്കിഴങ്ങായത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യോ ബട്ടറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. രാവിലെ ചായക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ചാൽ മതി. കുക്കറിലൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ വൈകുന്നേരം ചായക്കോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ പറ്റുന്ന ഒന്നാണ്. കറികൾ കൂട്ടി കഴിക്കാനാണെങ്കിലും കുഴപ്പമില്ല. കറികളില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഗോതമ്പ് പൊടിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.